അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കുറുമ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ ഈ ഒരു കുറുമ കിട്ടും. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ എടുക്കേണ്ട ആ ഒരു ടൈമൊന്നും നമുക്ക് വേസ്റ്റ് ആവണില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 3 ഏലക്കായും ഒരു 4 ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായി മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർക്കുക. കൂടെ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള ഒന്നും ഇങ്ങോട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചതും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണ വരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി വറുക്കാത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. വറുത്ത മല്ലിപ്പൊടി ആകുമ്പോൾ കളറ് പറ്റ ചേഞ്ച് ആവും. അപ്പോൾ വറുക്കാത്ത മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വലുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അത് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളിത് ഈ ഒരു ചിക്കൻ്റെ കൂടെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ വേവുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് അതിലങ്ങോട്ട് കുഴഞ്ഞ് ആ കറി അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒക്കെ പാകത്തിന് വേവായിട്ട് കിട്ടണം. അപ്പോൾ ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അധികം തേങ്ങയൊന്നും വേണ്ട. ഒരു 3/4 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഒരു 10 കാഷ്യൂനട്ട് കുതിർത്തെടുത്താണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടായിട്ട് അരച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലല്ലോ അതിൽ. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല മൂത്ത തേങ്ങ എടുക്കണേക്കാളും നല്ലത് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവും ഇളയ തേങ്ങയിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. അതിൽ നല്ലൊരു പാലും കൂടെ ഉണ്ടാവും. ഇളയത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്തതാകുമ്പോൾ അധികം പാലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൽ നമ്മൾ തക്കാളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു കളർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതൊന്ന് തള വന്ന് തുടങ്ങുമ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനൊരു പുളിയും കൂടെ കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണ ഈ ഒരു ചിക്കൻ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയുക. ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.